തോമസ് എന്നോട് ചോദിച്ചു, വി.ഡി. സതീശൻ സാറിനെ വേണം, അദ്ദേഹത്തെ തന്നെ ഇന്നിവിടെ കൊണ്ടുവരണം എന്ന് ജോൺസൺ അച്ഛന് നിർബന്ധം പിടിക്കുവാൻ എന്താണ് കാരണം? എനിക്ക് 3 കാരണങ്ങളുണ്ട്. ദാവീദിന്റെ കിന്നരം ആദ്യമായി മീട്ടുവാൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണം? ബോവസ് അച്ഛൻ, എൻ്റെ വികാരിയച്ഛൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ പേര് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാറിന് കിട്ടാൻ സാധ്യതയുണ്ടോ? അച്ഛൻ പറഞ്ഞു, ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം തിരക്കുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ നടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ സമയം കണ്ടെത്താൻ സാധിക്കും എന്ന് എനിക്കറിയില്ല. ബോസ് എന്നോട് ചോദിച്ചു, വി.ഡി. സതീശൻ സാറിനെ വേണം, അദ്ദേഹത്തെ തന്നെ ഇന്നിവിടെ കൊണ്ടുവരണം എന്ന് ജോൺസൺ അച്ഛന് നിർബന്ധം പിടിക്കുവാൻ എന്താണ് കാരണം? എനിക്ക് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അദ്ദേഹം നിയമസഭയിലും പുറത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള 2 പ്രസ്താവനകൾ ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന രീതിയിൽ എന്നെ ആഴത്തിൽ സ്പർശിച്ച വാക്കുകളാണ്. നമ്മളൊക്കെ വലിയ മാതൃകാപുരുഷർ, വലിയ ആദർശധീരർ, ഇവരൊക്കെ ഏറ്റുപറയാൻ കാട്ടിയിട്ടുള്ള 2 വാക്കുകൾ അദ്ദേഹം നിയമസഭയിലും പുറത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സാർ, ഞാൻ ദിവസേന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ദിവസേന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഒരു പക്ഷേങ്കിൽ മതേതരത്വം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മതം ഇല്ലാത്ത ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ മതനിരാസമാണ് ഈ മതേതരത്വം എന്ന് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ, ഭാരതത്തിൻ്റെ വീക്ഷണത്തിൽ മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടെ കാണുന്ന ആ വീക്ഷണമാണ്. ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് എനിക്ക് ശക്തമായി ഇവിടെ ഉദ്ബോധിപ്പിക്കുവാൻ സാധിക്കും. അതുപോലെ വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുകയോ അത് വായിക്കുകയോ അത് പ്രഘോഷിക്കുകയോ ചെയ്യുന്നവൻ അനുഗ്രഹീതൻ എന്ന്. പലപ്പോഴും ഞാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രതിപക്ഷ നേതാവിൻ്റെ പല പ്രസംഗങ്ങളും കേട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അനർഗളമായി ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം യാതൊരു തെറ്റും കൂടാതെ അദ്ദേഹത്തിന് എങ്ങനെ ഉച്ചരിക്കാൻ സാധിക്കുന്നു? ചില വാക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ബൈബിളിൽ വീണ്ടും പോയി നോക്കിയിട്ടുണ്ട്. കൃത്യമായ കൊട്ടേഷനാണ്. ഇന്ന് ഒരു വലിയ ഔന്നത്യത്തിലേക്ക്, വലിയ ദൈവാനുഗ്രഹത്തിലേക്ക്, ദൈവകൃപയിലേക്ക് കേരളം ശ്രദ്ധിക്കുന്ന ഒരു വലിയ ജനനേതാവായി അദ്ദേഹം മാറിയെങ്കിൽ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വചനം ഈ ജനനേതാവിൽ നിറവേറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വായിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനനേതാവാണ് അദ്ദേഹം. 3-ാമതായി ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന പ്രത്യേകത അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. നിലപാടുകളിൽ ഉറപ്പുള്ള ഒരു ജനനേതാവാണ് അദ്ദേഹം. ഞാൻ ആശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ നാടിന് ഇതുപോലുള്ള വ്യക്തിത്വമുള്ള, നിലപാടുകളിൽ
വ്യക്തതയുള്ളതായ നേതാക്കന്മാർ ഉണ്ടാകട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഒരു വലിയ അനുഗ്രഹമായി എനിക്ക് എൻ്റെ ചെറിയ പുസ്തകത്തിന് ലഭിച്ച വലിയ അംഗീകാരമായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയെ ആദരവോടെ ഞാൻ മാനിക്കുന്നു.